കരുനാഗപ്പള്ളിയുടെ ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കും. പക്ഷെ നഗരസഭ വളരെ ബോധപൂർവം ആ വിഷയങ്ങളിൽ ഇടപെടാതെ കാലങ്ങൾ കഴിച്ചുപോകും. ഇത് കേൾക്കുന്ന അവർക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പരസ്യ സംവാദം നടത്താൻ തയ്യാർ. ചാക്കൂനിരുട്ടാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ പോലും MLA കൊടുത്ത ലൈറ്റുകൾ കത്തുന്നില്ല, MP കൊടുത്ത ലൈറ്റുകൾ കത്തുന്നില്ല, നഗരസഭ കത്തിക്കേണ്ടുന്ന ലൈറ്റുകൾ പോലും കത്തിക്കുന്നു. പക്ഷെ ഈ വലിയ കെട്ടിടങ്ങളിൽ നിന്നും എന്ത് സേവനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അവിടെ എന്ത് സംവിധാനങ്ങളാണുള്ളത്? 5 ഡയാലിസിസ് മെഷീൻ വാങ്ങിക്കാൻ പണം കൊടുത്തിട്ട് 3 വർഷമായി. കെടുകാര്യസ്ഥതയുടെ മകുട ഉദാഹരണമല്ലേ? അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് ഈ 3 വർഷക്കാലം MLA ഫണ്ടിൽ നിന്നും ഡയാലിസിസ് മെഷീൻ, പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസിന് കൊടുത്ത മെഷീൻ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല? ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഞാൻ നഗരസഭയ്ക്ക് കത്ത് കൊടുത്തു. കരുനാഗപ്പള്ളി ടൗണിൽ ഈ നല്ല ഭവനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും അപമാനമാണ് പുറത്തുനിന്ന് ആളുകൾ വന്നത്. എല്ലാ വീട്ടുകളിലും വെള്ളക്കെട്ട്, അധിക നികുതി പിരിക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നിരവധി തവണ നഗരസഭകളിൽ ഒരു പെർമിറ്റിന് പോലും ആളുകളെ കയറ്റി ഇറക്കി ബുദ്ധിമുട്ടിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലവും കരുനാഗപ്പള്ളി നഗരസഭ ഭരണം അനാഥമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പരസ്യ സംവാദത്തിനും തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നാണ് പറയുന്നത്. ഒരുപാട് അധികാരമുള്ള ഒരു ഭരണസമിതിയാണ് നഗരസഭ. വരുമാനമുള്ള നഗരസഭയാണ്. പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല. സ്വന്തമായി വരുമാനമുള്ള പ്രദേശമാണ്, നഗരസഭയാണ്. പക്ഷെ ഇന്ന് കെടുകാര്യസ്ഥതയുടെ, സ്വജനപക്ഷപാതത്തിന്റെ, അഴിമതിയുടെ എല്ലാം കൂടാരമായി കരുനാഗപ്പള്ളി നഗരസഭ മാറിയിരിക്കുകയാണ്. ഇപ്പൊ സ്വാഭാവികമായും MLA എന്നുള്ള നിലയിൽ ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണ്. എന്നെ സംബന്ധിച്ച് അധികാരമില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ചൂണ്ടിക്കാണിക്കുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, കത്ത് കൊടുക്കുക, പരാതി കൊടുക്കുക, വിളിച്ചു പറയുക, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അധികാരം മുഴുവനും നഗരസഭയ്ക്കാണ്. ഇടപെടേണ്ടുന്നത് നഗരസഭയാണ്. ഇപ്പൊ കരുനാഗപ്പള്ളിയുടെ ഗ്രാമീണ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ റോഡുകളും തകർന്നു കിടക്കും. കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതൊന്നും MLA റോഡുകളല്ല. കരുനാഗപ്പള്ളി ടൗണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രശ്നമായിരുന്നു KSRTC ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ കേസ് കിടക്കുകയായിരുന്നു. മുട്ടറ്റം ചെളിയായിരുന്നു. ടൗണിന്റെ ഹൃദയഭാഗമാണ്. വിദ്യാലയ കോളേജ്, കിംസ് വലിയ ഹോസ്പിറ്റൽ, 100 കണക്കിന് ആളുകൾ പോകുന്ന റോഡാണ്. കുഴമ്പ് രൂപത്തിലുള്ള KSRTC വർക്ക്ഷോപ്പിൽ നിന്നും വരുന്ന അഴുക്കുകൾ കുഴമ്പ് ചെളിയുമായി രൂപപ്പെട്ട് ഉണക്ക സമയത്ത് പൊടി കാരണം, വെള്ളക്കെട്ട് സമയത്ത് വെള്ളം കാരണം ആ കടകൾ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. കടക്കാർ ഉപേക്ഷിച്ചു പോയി. വർഷങ്ങളായി കിടന്ന ഒരു പ്രശ്നം പരിഹരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നഗരസഭയ്ക്കായിരുന്നു. പക്ഷെ നഗരസഭ വളരെ ബോധപൂർവം ആ വിഷയങ്ങളിൽ ഇടപെടാതെ കാലങ്ങൾ കഴിച്ചുകൂട്ടി. എനിക്കൊരു അവസരം ലഭിച്ചതിന് ശേഷം ആദ്യമായി എൻ്റെ മുമ്പിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ആ പ്രശ്നം വളരെ സൂക്ഷ്മമായി, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ പൊതുമരാമത്ത് വകുപ്പിനെ അഭിനന്ദിക്കുകയാണ്, മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. PWD റോഡ്സിലെ ചീഫ് എഞ്ചിനീയറെ ഞാനിവിടെ കൊണ്ടുവന്നു. അതും യഥാർത്ഥത്തിൽ നഗരസഭ ചെയ്യേണ്ടതാണ്. നഗരത്തിലെ ബാധിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. പക്ഷെ അവർ ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല. ജനങ്ങൾ അസ്വസ്ഥരായി, പ്രതിഷേധമായി. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിന്റെ CE തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു. വിശദമായ ഒരു എസ്റ്റിമേറ്റ് എടുത്തു. കാരണം ആ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശം കുന്നാണ്. അപ്പൊ അതിന്റെ വാട്ടർ ലെവൽ വളരെ കൃത്യമായി എടുത്തില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയാകും, ആക്ഷേപം കേൾക്കും. അങ്ങനെ വളരെ സൂക്ഷ്മമായി അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു. അതിവിദഗ്ധമായി ആ പ്രശ്നം പരിഹരിച്ചു. 75 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോ പെരുമഴ പെയ്താൽ പോലും പല പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും കരുനാഗപ്പള്ളിയുടെ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ആ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാത്ത തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ പ്രശ്നം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡ്. അത് നഗരസഭയുടെ റോഡാണ്. ആസ്തി പരിശോധിക്കുമ്പോൾ അറിയാം. ഞാൻ ഈ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന അവർക്ക് പ്രതികരിക്കാം അല്ലെങ്കിൽ പരസ്യ സംവാദം നടത്താൻ തയ്യാറാണ്. ആ റോഡ് നഗരസഭയുടെ റോഡാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 100 കണക്കിന് യാത്രക്കാരാണ്. 2-3 ഹൈസ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ടോപ്പേഴ്സ് പോലെയുള്ള നിരവധി കോച്ചിങ് സെന്ററിൽ വരുന്ന ചെങ്ങന്നൂർ, കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾ, അങ്ങനെ എപ്പോഴും ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്.
നേരത്തെ അത് PWD പൊതുമരാമത്ത് വിഭാഗം ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ അത് നഗരസഭയുടെ റോഡാണ്. MLA ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. അഗാധമായ കുഴിയായിരുന്നു. മനുഷ്യന് കാൽനടയിലോ വാഹനത്തിലോ പോയാൽ വലിയ തോതിൽ അപകടം പറ്റുന്ന, നിരവധി ആളുകൾക്ക് വീണു പരിക്കുപെട്ട റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇത് രണ്ടും നിങ്ങൾ പോയി പരിശോധിക്കും, മനസ്സിലാകും. അത് ജനങ്ങളെ കാണിക്കണം. ഒരുപാട് ആക്ഷേപം ഞാൻ കേട്ടു. പൊടിശല്യം ഉണ്ടായി, ആ നിർമ്മാണത്തിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ കേട്ടു. പക്ഷെ ഇപ്പോൾ എത്ര മഴ പെയ്താലും ശരി, ഒരു തുള്ളി വെള്ളം നിൽക്കാതെ, ഒരു മെറ്റൽ പോലും ഇളകാതെ, ഒരു 10-25 വർഷത്തേക്ക് യാതൊരു തടസ്സവുമില്ലാത്ത അത്യാധുനിക നിലവാരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായി ആ റോഡ് മാറി എന്നുള്ളതാണ്. പടനായർകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും കിഴക്കോട്ടുള്ള ഭരണിക്കാവ് റോഡ് ഒരു വലിയ റോഡാണ്. നാഷണൽ ഹൈവേ പോലെ പ്രധാനപ്പെട്ട റോഡാണ്. അവിടെ വള്ളക്കടവ് എന്ന് പറയുന്ന പണ്ട് വള്ളങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു കടവാണ്. അവിടെ അന്നത്തെ കാലത്ത്, ഞാൻ വന്നതിന് മുമ്പുള്ളതാണ്, അന്നത്തെ കാലത്ത് എസ്റ്റിമേറ്റ് എടുത്തതിനകത്തെ അപാകത കാരണം ആ ഓട എസ്റ്റിമേറ്റ് വന്നില്ല. സംഭവിച്ചത് റോഡ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പണിഞ്ഞു. ആ ഓട അതിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചില്ല. ജാമ്പവാന്റെ കാലത്തുള്ള ഓടക്കുഴൽ പോലുള്ള ഒരു പൈപ്പാണ് അവിടെ കിടന്നത്. അത് കാരണം ആ മുണ്ടകപ്പാടം മുതൽ ഒരു 3-4 വാർഡുകളിൽ, ഡിവിഷനുകളിൽ ചെറിയ മഴ പെയ്താൽ പോലും അസാധ്യമായ വെള്ളക്കെട്ടാണ്. ഒരാൾ പ്രിയം പൊക്കത്തിലാണ്. വീട്ടുകളിൽ താമസിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഇപ്പൊ നിങ്ങൾ പോയി നോക്കണം. നമ്മൾ വന്നതിന് ശേഷം 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് എടുത്തു. വലിയ കലുങ്ക്, കനാല് പോലെ, വലിയ കലുങ്ക് പോലെ നിർമ്മിച്ചു. ഇപ്പൊ ആ പ്രദേശത്ത് വെള്ളക്കെട്ട് ഒരു പരിധി വരെ തടയുവാൻ ആ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. അപ്പൊ ഈ കരുനാഗപ്പള്ളി ടൗണിനെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾ പോലും പരിഹരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ കരുനാഗപ്പള്ളി ടൗണിലെ പഴയ ദേശീയപാത, ഇപ്പൊ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പഴയ ദേശീയപാതയുടെ ഇരു സൈഡുകളിലുമാണ് പ്രധാനപ്പെട്ട ബാങ്കുകൾ ഉൾപ്പെടെ, കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു ടൗണിന്റെ ഒരു പരിച്ഛേദമായി അത് മാറിയിരിക്കുകയാണ്. അതിലെ മനുഷ്യന് പോകാൻ പറ്റാത്ത രീതിയിൽ അസാധ്യമായ കുഴികളായി. അതെല്ലാം 1,25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ദേശീയപാത പോലൊരു മനോഹരമായ റോഡ് വള്ളക്കടവിലേക്ക്, വള്ളംകളി നടക്കുന്ന കടവിലേക്ക്, കന്നേറ്റി പവലിയൻ, ശ്രീനാരായണ പവലിയനിലേക്കുള്ള റോഡ് മനോഹരമായി ഒരു 10, 15, 20 വർഷക്കാലത്തേക്ക് ഇളകാത്ത തരത്തിൽ വലിയ റോഡായി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞത് MLA എന്നുള്ള നിലയിൽ, ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ ഇടപെടൽ കൊണ്ട്, ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട്, പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടുന്നത് നഗരസഭയാണ്. യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല. ഈ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കാൻ എവിടെയെങ്കിലും നഗരസഭ ഒരു കത്ത് കൊടുത്തതായി ഹാജരാക്കാൻ സാധിക്കും? അതിന്റെ ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കുമോ? ഇല്ല. പിന്നെ മുഴുവനും തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളാണ്. നഗരസഭ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാത്തതുകൊണ്ട് തകർന്നു പോയ ഗ്രാമീണ റോഡുകളാണ്. ഒരുപാട് റോഡുകളുണ്ട്. ഞാൻ MLA ഫണ്ട് നിർമ്മിച്ച് ചെയ്ത റോഡുകളുടെ ഒന്നും പൂർണ്ണ വിവരങ്ങൾ പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. തെരുവ് നായ്ക്കളെ പിടിക്കേണ്ടുന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണത്തിനാണ്. എല്ലായിടത്തും മത്സ്യ വ്യാപാരവും ഇറച്ചി വ്യാപാരവും, ലൈസൻസ് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടാനുള്ള അധികാരം നഗരസഭയ്ക്കാണ്. യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എല്ലായിടത്തും മാലിന്യ കൂമ്പാരമാണ്. മനോഹരമായിരിക്കേണ്ടുന്ന നഗരത്തെ, പട്ടണത്തെ മാലിന്യങ്ങളുടെ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. കൃത്യമായ മാലിന്യം മാറ്റുന്നതിനോ അത് നശിപ്പിക്കുന്നതിനോ നഗരസഭ തയ്യാറാകുന്നു. എവിടെ നോക്കിയാലും കത്താത്ത തെരുവുവിളക്കുകളാണ്. കന്നേറ്റി പാലം, ഈ വിളക്കുകൾ കത്തിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. ഞാൻ ഈ 5 വർഷമാകാൻ പോകുമ്പോഴും ഞാൻ ഒരു ലൈറ്റ് പോലും കൊടുത്തിട്ടില്ല, മിനി മാസ് ലൈറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന്റെ കാരണം, ഇത് കൊടുക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. ഇതിന്റെ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടതെന്ന്, മെയിൻ്റെനൻസ് ചെയ്യേണ്ടതെന്ന് നഗരസഭയാണ്. ആളുകൾ നോക്കുമ്പോൾ MLA യുടെ ലൈറ്റാണ്. അതിന് വേറെ ചില ഏർപ്പാടുകളൊക്കെ കാണും. എനിക്കതിനകത്ത് താല്പര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ലൈറ്റ് കത്തുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. പക്ഷെ നിമിഷങ്ങൾക്കകം അത് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അണഞ്ഞു കിടക്കുന്ന ലൈറ്റുകളാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. പേര് ദോഷം എനിക്ക് കൂടി കിട്ടി.
ആ കന്നേറ്റി പാലത്തിന്റെ കൈവരികളിലുള്ള ലൈറ്റുകൾ പോലും കുറ്റാക്കൂനിരുട്ടാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ പോലും MLA കൊടുത്ത ലൈറ്റുകൾ കത്തുന്നില്ല, MP കൊടുത്ത ലൈറ്റുകൾ കത്തുന്നില്ല, നഗരസഭ കത്തിക്കേണ്ടുന്ന ലൈറ്റുകൾ പോലും കത്തിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ താലൂക്ക് ആശുപത്രിയുടെ പരിപൂർണ നിയന്ത്രണം നഗരസഭയ്ക്കാണ്. അവിടെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയാണ്. പല സഖാക്കളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, കെട്ടിടങ്ങൾ വേണം. പക്ഷെ ഈ വലിയ കെട്ടിടങ്ങളിൽ നിന്നും എന്ത് സേവനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അവിടെ എന്ത് സംവിധാനങ്ങളാണുള്ളത്? രാത്രിയിൽ നിങ്ങൾ പരിശോധിക്കണം, രാത്രിയിലും ക്യൂ നിൽക്കുകയാണ് രോഗികൾ. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്, ഡ്യൂട്ടി ഡോക്ടർ. യാതൊരു വിധത്തിലുള്ള വിദഗ്ധ ചികിത്സയും അവിടെ ലഭിക്കുന്നില്ല. ഏറ്റവും നല്ലൊരു നേത്ര വിഭാഗം മേധാവിയോടുണ്ടായിരുന്നു. ആ ഡോക്ടർ ഇപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്. ഹേമ ഭാസ്കർ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും അവരെ കാണാൻ ആളുകൾ വരുമായിരുന്നു. ലേസർ മെഷീന്റെ ഉപയോഗം ഉണ്ടായിരുന്നു. ലേസർ മെഷീൻ വേണം, ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ കായംകുളം ആശുപത്രിയിൽ മാത്രമാണ് ലേസർ മെഷീൻ ഉള്ളത്. MLA ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ കൊടുത്ത് ലേസർ മെഷീൻ വാങ്ങിച്ചു. അത് ഞാനൊരു ദിവസം ചെന്ന് നോക്കുമ്പോൾ മൂടി പുതച്ചിട്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ബഹളം വെച്ചപ്പോഴാണ് ലേസർ മെഷീന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് രോഗികൾക്ക് ഒരു വലിയ സഹായമാണ്. അല്ലെങ്കിൽ അത് പുറത്തു പോയി ടെസ്റ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കും. ഇപ്പോൾ 580ഓളം പേരാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഡയാലിസിസിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത് മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ ഊഴം കാത്തു നിൽക്കുന്നു. 18 പേർക്ക് മാത്രമാണ് ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം താലൂക്ക് ആശുപത്രിയിലുള്ളത്. 18 ഇവിടെ കിടക്കുന്നു, 580 ഇവിടെ കിടക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ മരണപ്പെടണം. അപ്പോൾ മാത്രമാണ് ഒരാളിനെ അതിന് പകരം ചെയ്യാൻ പറ്റും. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ട് 5 ഡയാലിസിസ് മെഷീൻ വാങ്ങിക്കാൻ പണം കൊടുത്തിട്ട് 3 വർഷമായി. കെടുകാര്യസ്ഥതയുടെ മകുട ഉദാഹരണമല്ലേ? അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് ഈ 3 വർഷക്കാലം MLA ഫണ്ടിൽ നിന്നും ഡയാലിസിസ് മിഷൻ, പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസിന് കൊടുത്ത മിഷൻ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല? ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. സിവിൽ വർക്കുകൾ ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വവും ഇത് പ്രവർത്തനം ആരംഭിക്കേണ്ട ഉത്തരവാദിത്വവും അധികാരം, ഞാൻ സൂചിപ്പിച്ചല്ലോ, അധികാരം നഗരസഭയ്ക്കാണ്. ബ്ലഡ് ബാങ്ക് അനുവദിക്കണം. ദേശീയപാതയുടെ സമീപമുള്ള ഏറ്റവും വലിയൊരു ആശുപത്രിയാണ്. സുനാമി ദുരന്തമുണ്ടായ പ്രദേശം, ടാങ്കർ ദുരന്തമുണ്ടായ പ്രദേശം, കന്നേറ്റ് മുതൽ ആലപ്പുഴയ്ക്കിപ്പുറവും ദേശീയപാതയുടെ സമീപമുള്ള ഏക ആശുപത്രി. ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കുന്ന, രക്തം വാർന്നു മരിക്കുന്ന സംഭവങ്ങൾ, വെളുപ്പാങ്കാലത്ത് അപകട മരണങ്ങൾ, എല്ലാ ദിവസവും നിരവധി പ്രസവങ്ങൾ. അപ്പൊ ബ്ലഡ് ബാങ്ക് അത്യാവശ്യമാണ്. കാലത്തിനനുസരിച്ച് മാറണ്ടേ? 30 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ബ്ലഡ് ബാങ്ക് അനുവദിച്ചു. മന്ത്രി ഇവിടെ ഒന്ന് പ്രഖ്യാപിച്ചാണ്. ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഈ 5 വർഷക്കാലം എൻ്റെ ഓർമ്മയിൽ കരുനാഗപ്പള്ളി നഗരസഭ അധിക ഡോക്ടർമാരെ നിയമിക്കുന്നതിനോ ഏതെങ്കിലും സാങ്കേതിക ഇതുള്ള ചികിത്സാ സമ്പ്രദായം ആരംഭിക്കുന്നതിനു വേണ്ടി നഗരസഭ ഒരു നിവേദനം കൊടുത്തതായിട്ട് അറിയില്ല. എന്നെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്ത് നിരവധി തവണ ബ്ലഡ് ബാങ്ക് ആവശ്യപ്പെട്ടു, കാർഡിയോളജി വിഭാഗം ആവശ്യപ്പെട്ടു, ഡയാലിസിസ് ഫണ്ട് കൊടുത്തു, ലേസർ മെഷീൻ ഫണ്ട് കൊടുത്തു. ഇനിയിപ്പോ CT സ്കാൻ, എത്ര രോഗികളാണ് പുറത്തു പോയി ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്? CT സ്കാനിന് ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണ്, MLA ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ കൊടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ പണം MLA ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് എൻ്റെ പണത്തിന് അല്ലെങ്കിൽ MLA ഫണ്ടിന് അയിത്തം, അതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ലാബുകളെ, കുത്തക ചികിത്സാ കേന്ദ്രങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊരു വലിയ ഒരു വലിയ അഴിമതിയല്ലേ? സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായ ചികിത്സ, നല്ല ഉപകരണങ്ങൾ വാങ്ങി നൽകാതെ സ്വകാര്യ കക്ഷികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് നയമാണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയത് കൊണ്ട് ഇനി അവിടെ കെട്ടിടത്തിന് ആവശ്യമില്ല. ഒരു ICU യൂണിറ്റ് ആരംഭിച്ചത് നഗരസഭയല്ല, IRE ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ICU യൂണിറ്റ് ഉണ്ട്. ഒരുപാട് സാധ്യതകളുള്ള 1200 1300 OP ആണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി നടക്കുന്നത്. അവിടെ ഈ 10 വർഷക്കാലം നടന്നിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന കുറച്ചാളുകളെ, പാവങ്ങളെ എടുത്തോട്ടെ, അതിന് സത്യസന്ധമായും സുതാര്യമായും എടുത്തോട്ടെ. കുറെ ആളുകളെ താൽക്കാലികമായി നിയമിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ യാതൊരു വിധത്തിലുള്ള നേട്ടവും ഭരണം കൊണ്ട് ഇപ്പൊ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന, നഗരസഭ ഭരിക്കുന്ന പാർട്ടിയുടെ അതേ മുന്നണിയല്ലേ 10 വർഷക്കാലം കൊണ്ട് ഭരിക്കുന്നത്. എന്തെല്ലാം സമ്പ്രദായങ്ങൾ ഉണ്ടാക്കാം. ഒരു ജില്ലാ ആശുപത്രിയായി, ജനറൽ ആശുപത്രിയായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ
ഉയർത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന താലൂക്ക് ആശുപത്രി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി. കുന്നത്തൂർ താലൂക്കിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. പുതിയ പുതിയ ഡോക്ടർമാരെ, പുതിയ പുതിയ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനോ താൽക്കാലികമായ അല്ലെങ്കിൽ ഡെയിലി ബേസിനെങ്കിലും കുറച്ച് ആളുകളെ ഡോക്ടർമാരെ എടുക്കുന്നതിനൊന്നും തയ്യാറാവുന്നില്ല. ഇവർക്ക് ദൈനംദിനം ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഭാവനാപൂർണമായ ഒരു പദ്ധതിക്കും രൂപം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കരുനാഗപ്പള്ളി ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് നഗരസഭയാണ്. ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ നഗരസഭ ആയതുകൊണ്ട് അമൃത് 2 എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ അമൃത് 2-വിൽ ഉൾപ്പെടുത്തുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ ഒരു സോഴ്സ് വേണം. അത് വാട്ടർ അതോറിറ്റിയിലെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പറഞ്ഞ അറിവ് കൊണ്ട് ഞാൻ കത്തുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ജലവകുപ്പ് മന്ത്രി വാട്ടർ അതോറിറ്റിയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചു. കരുനാഗപ്പള്ളിയിലെ കുടിവെള്ള പ്രശ്നം ഞാൻ അവിടെ അവതരിപ്പിച്ചു, അസംബ്ലിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചു, ഇതിന്റെ സോഴ്സ് എവിടുന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വെള്ളം കൊണ്ടുവരും? അപ്പോഴാണ് ഒരു സോഴ്സ് വീണ് കിട്ടിയത്. ഞാങ്കടവ് പദ്ധതി, കൊല്ലം കോർപ്പറേഷനിലേക്ക് ഞാങ്കടവ് പദ്ധതി രൂപീകൃതമാകുന്നതോടുകൂടി ഞാങ്കടവിലേക്ക് ആ പദ്ധതിക്ക് കൊടുക്കുന്ന കൊല്ലം കോർപ്പറേഷന് കൊടുക്കുന്ന ശാസ്താംകോട്ട കായലിലെ വെള്ളം ഫ്രീ ആണ്. ആ വെള്ളം ടൈറ്റാനിയത്തിനടുത്ത് വരെ പൈപ്പ് റോഡ് വഴി വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടും ഇട്ടാൽ ഇവിടെ കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് പൂർണ്ണമായി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തേക്ക് നമുക്ക് ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാകും കുടിവെള്ളത്തിന്. അതിന്റെ 1-ാം ഘട്ടം അവിടെ ഇങ്ങോട്ട് പൈപ്പ് ഇടണം, അതിന് പൈസ അനുവദിച്ചു. 2-ാം ഘട്ടം ഇനി കണക്ഷൻ എടുക്കുന്നതിനും ടാങ്ക് പണിയുന്നതിനും ഉൾപ്പെടെയാണ്. ഈ പ്രവർത്തനങ്ങളിൽ എങ്ങും നഗരസഭയ്ക്ക് യാതൊരു നേതൃത്വപരമായ പങ്കും വഹിക്കാൻ സാധിച്ചിട്ടില്ല. വഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ രേഖകൾ ഹാജരാക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത നിവേദനത്തിന്, അസംബ്ലി പറഞ്ഞതിന്, കത്തിന്, രേഖകൾ, മിനിറ്റ്സ് ഇതെല്ലാം എൻ്റെ പക്കലുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ നാട്ടിലെത്തുന്നതിന് മുമ്പേ കരുനാഗപ്പള്ളിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും നഗരസഭയുടെ പേരിൽ ചെയർമാന്റെ ഒക്കെ പടം വെച്ചുകൊണ്ടുള്ള ബോർഡുകളാണ് എല്ലാ പ്രദേശങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത്. ഞാനൊരു ബോർഡും വെച്ചിട്ടില്ല. എൻ്റെ പ്രഥമ പരിഗണന കരുനാഗപ്പള്ളിയിൽ നമ്മളിരിക്കുന്ന കാലയളവിൽ ഏറ്റവും വലിയൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം. അതാണ് ഞാൻ നഗരസഭയ്ക്ക് കത്ത് കൊടുത്തു. കരുനാഗപ്പള്ളി ടൗണിൽ ഈ നല്ല ഭവനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും അപമാനമാണ് പുറത്തു നിന്ന് ആളുകൾ വന്നത്. എല്ലാ വീട്ടുകളിലും വെള്ളക്കെട്ടാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് KG രവിചന്ദ്രൻ, കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമാണ്. അദ്ദേഹമൊക്കെ എത്ര തവണ ഇവിടുന്ന് താമസം മാറിപ്പോകാൻ ആലോചിച്ചാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്തോട്ട് ടൗണിന്റെ ഹൃദയഭാഗമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ, കരുനാഗപ്പള്ളി നഗരത്തിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കണം. അതിന് ഭാവന വേണം, അതിന് മെനക്കെടാൻ സമയം വേണം, ആഗ്രഹം വേണം. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആ KSRTCയിലെ അഗാധമായ കായലിലേക്കാണ് ആ ഗർത്തം പോകുന്നത്. ഈ ചെറിയ ചെറിയ ഓടകൾ അങ്ങോട്ട് സംഗമിപ്പിച്ചാൽ കരുനാഗപ്പള്ളി നഗരത്തിലെ കംപ്ലീറ്റ് വെള്ളക്കെട്ടിന് പരിഹാരമാണ്. അപ്പൊ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ 10 വർഷക്കാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കോടതി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കുഴൽക്കിണർ പോലും, കുടിവെള്ള പ്രശ്നം, നമ്മുടെ ഈ വലിയ കുടിവെള്ള പദ്ധതി വരുന്നത് വരെ തൽക്കാലം ഒരു ആശ്വാസത്തിന് ഒരു കുഴൽക്കിണർ പോലും ഫീസിബിലിറ്റി ഉള്ള സ്ഥലത്ത് കുത്തി ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അധിക നികുതി പിരിക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, നിരവധി തവണ നഗരസഭകളിൽ ഒരു പെർമിറ്റിന് പോലും ആളുകളെ കയറ്റി ഇറക്കി ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം ഏതുമാകട്ടെ, 10 വർഷക്കാലത്തെ കരുനാഗപ്പള്ളി നഗരസഭയുടെ ഭരണം, ആശുപത്രിയുടെ ഭരണം, സ്കൂളുകളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഇടപെട്ട് ഒരുപാട് സ്കൂളുകൾ കെട്ടിടങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ ഒന്നും ചെയ്യാത്ത, ഒരു മരം മുറിക്കാൻ പോലും, അയലത്ത് വീട്ടിലെ ഒരു മരം അപകടകരമായി നിന്നാൽ ആ മരം മുറിക്കാൻ പോലും മാസങ്ങളും വർഷങ്ങളും കയറി ഇറങ്ങേണ്ടി വരുന്ന ആ ദുഃഖ സ്ഥിതി അവസാനിപ്പിക്കുവാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു തവണ നഗരസഭയുടെ ഭരണം UDFനെ വിശ്വസിച്ച് UDFനെ ഏൽപ്പിക്കണം. അഴിമതിയില്ലാതെ
ഞാൻ സത്യസന്ധമായി പറയുന്നു, 10 പൈസയുടെ പോലും അഴിമതി നടത്താതെ സുതാര്യമായി കണ്ണാടിച്ചില്ല് പോലെ അകത്തു നിന്ന് നോക്കിയാൽ പുറവും പുറത്തു നിന്ന് നോക്കിയാൽ അകവും കാണുന്ന തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഭാവനാപൂർണമായി കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ജനം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇത്തവണ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒരു തമ്മിലടിയുമില്ലാതെ കെട്ടുറപ്പോടുകൂടി ജയിക്കുന്ന സാധ്യതകളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ജയസാധ്യത മാത്രം മാനദണ്ഡമായി കരുതി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി 37 ഡിവിഷനുകളിലും ഐക്യജനാധിപത്യ മുന്നണി ഐക്യത്തോടുകൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, എങ്ങനെ UDF ഇത് സാധിക്കുന്നു. പാരമ്പര്യ രീതി പരിശോധിച്ചാൽ ശരിയാണ്, പക്ഷെ അത് ജനം ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, ജനം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകളെയാണ്, പൊതുരംഗത്ത് സ്വീകാര്യതയായിട്ടുള്ള ആളുകളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി വിനയത്തോടുകൂടി, അഹങ്കാരം ഒട്ടുമില്ലാതെ, വിശാല മനസ്സോടുകൂടി, ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമേ എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.